വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുള്ള ഇരട്ട തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് ഒരു വാഗ്ദാനമായി മുന്നോട്ട് വെച്ചിരുന്നു. പല വാഗ്ദാനങ്ങളും കേട്ടു പരിചയമുള്ള നമ്മുടെ സംസ്ഥാനത്തിന് ജനങ്ങൾക്ക് 2016 ശേഷം നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടും എന്ന ശുഭപ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സുദിനം, ആ വാഗ്ദാനം നടപ്പാക്കപ്പെടുന്നതിന് തുടക്കം കുറിക്കുന്ന സുദിനമാണ് ഇന്ന്. ഇവിടെ ആദ്യമായും എല്ലാവരുടെയും അനുമതിയോടെ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ. ഈ തുരങ്കപാത പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാകും ഇത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്നാമത്തെ തുരങ്കപാതയാകും ഇത്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ പ്രസ്താവിച്ചതുപോലെ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്നതിലുപരി കേരളത്തിൻ്റെ, വിശേഷിച്ച് മലബാറിൻ്റെ വ്യാപാര, വാണിജ്യ, ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകും. അതോടൊപ്പം തന്നെ വയനാട് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിൻ്റെ സാഫല്യം കൂടിയായി ഇത് മാറുകയാണ്. നാം ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ എത്രയെത്ര സ്വപ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഫലീകരിക്കപ്പെട്ടത് എന്നതാണ്. ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി. അതിൻ്റെ ഉദാഹരണങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദേശീയപാതയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഗെയിൽ വാതക പൈപ്പ് ലൈനിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ എടമൺ കൊച്ചി നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാണാനിടയായി. ജലപാത എന്തോ നടക്കാൻ പോകുന്നില്ല, വലിയ തടസ്സങ്ങൾ വന്നിരിക്കുകയാണ് എന്നെല്ലാം ഉള്ളതായിരുന്നു ആ വാർത്തയിൽ പ്രതിപാദിച്ച കാര്യം. അപ്പം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന ഭാഗം പൂർത്തീകരിക്കാനുള്ള ഘട്ടം ധാരണയിലെത്തിയിരുന്നു. ഈ വാർത്ത കണ്ടപ്പോൾ
ബന്ധപ്പെട്ടവരെ വിളിച്ച് ഞാൻ അന്വേഷിച്ചു, എന്തെങ്കിലും മാറ്റം ആ കാര്യത്തിലുണ്ടോ? ഒരു മാറ്റവുമില്ല. നേരത്തെ തീരുമാനിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു തടസ്സവുമില്ലാതെ നാം ഉദ്ദേശിച്ച രീതിയിൽ ആ പദ്ധതിയുടെ ഒരു ഘട്ടം പൂർത്തീകരിക്കാനാവും എന്നാണ് മറുപടി ലഭിച്ചത്. ഇത്തരം പദ്ധതികളുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളുമാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം എന്നതല്ല വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണത്. അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രതീക്ഷിച്ചതിന് മുൻപ് തന്നെ കമ്മീഷൻ ചെയ്യാനായി. അതിനുശേഷം അതിൻ്റെ പ്രവർത്തന മികവ് പരിശോധിച്ചാലും അഭിമാനകരമായ നേട്ടം അതുണ്ടാക്കുകയാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ നാടിന് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ തുരങ്കപാതയിൽ. ഇത്തരം നേട്ടങ്ങൾ നമ്മൾ കയ്യെത്തിപ്പിടിച്ചത് എളുപ്പത്തിലായിരുന്നില്ല. ഒരുപാട് പരിമിതികൾ, ഒരുപാട് വൈതരണികൾ, ഒരുപാട് എതിർപ്പുകൾ, അങ്ങനെ പലതിനെയും മറികടന്നാണ് ഇത്രയും ബൃഹത്തായ അടിസ്ഥാന സൗകര്യങ്ങൾ സാധ്യമാക്കാൻ നമുക്കായത്. അടിക്കടി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, സാമ്പത്തിക പരിമിതികൾ, ഇന്ത്യ ഗവൺമെൻറ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ, താല്പര്യത്തോടെയുള്ള ചിലരുടെ ഇടപെടലുകൾ, അങ്ങനെ എത്ര പ്രതിബന്ധങ്ങൾ നമ്മുടെ പദ്ധതികളുടെ മുന്നിൽ വന്നു ചേർന്നു. പക്ഷേ അതിലൊന്നും തടഞ്ഞു നിന്നില്ല നമ്മുടെ ഒരു വികസന പദ്ധതിയും. അങ്ങനെ നിന്നുപോയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനം കാണുന്ന നേട്ടങ്ങൾ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. 2016 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. വികസന പദ്ധതികൾ വലിയ തോതിൽ മുടങ്ങിയ സാഹചര്യം. എല്ലാവരിലും കടുത്ത നിരാശ. നമ്മുടെ നാട് ഇങ്ങനെയായിപ്പോയി, ഇനി ഇതിന് മാറ്റമുണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. നമ്മുടെ കേരളത്തിൽ ക്ഷേമ പദ്ധതികൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു.
പക്ഷേ അത് കടലാസിൽ മാത്രം, അനുഭവത്തിലില്ലാത്ത അവസ്ഥ വന്നുയർന്നു. അങ്ങനെയുള്ള കേരളത്തെ കൈപിടിച്ചുയർത്തുക, ആ ദൗത്യമാണ് 2016 സർക്കാരിന് ഏറ്റെടുക്കാനുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ പരിമിതി നമ്മുടെ വിഭവശേഷിയുടേതായിരുന്നു. നമ്മുടെ നാടിൻ്റെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ടായിരുന്നു. ഓരോ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത്, അങ്ങനെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആവശ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റേണ്ടത് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുക്കാനുള്ള പൂർണ്ണശേഷിയിലായിരുന്നില്ല നമ്മുടെ ഖജനാവ്. ഖജനാവിൻ്റെ ശേഷിക്കുറവ് പല പദ്ധതികളും ദശാബ്ദങ്ങളോളം വൈകുന്നതിനിടയാക്കുന്നു. ഇതിൻ്റെ ഫലം കാലാനുസൃതമായ പുരോഗതിയും നേട്ടവും നമ്മുടെ നാടിനെ ആർജിക്കാനാകുന്നില്ല. നാം പിന്തള്ളപ്പെട്ടു പോകുന്നു. രാജ്യത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നിരുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളടക്കം വല്ലാതെ പുറകോട്ടു പോകുന്ന അവസ്ഥ. എന്താണ് പരിഹാരം? പരിഹാരം ഏറ്റവും പ്രധാനം പണമുണ്ടാവുക എന്നതാണ്. പക്ഷേ സാധാരണ രീതിയിൽ ബജറ്റിനെയും ഖജനാവിനെയും മാത്രം ആശ്രയിച്ച് കാര്യങ്ങൾ നീക്കിയാൽ ഇതെല്ലാം പഴയതുപോലെ മുന്നോട്ട് പോകും. ഇപ്പോൾ പുതിയൊരു ധനസ്രോതസ് കണ്ടെത്തണം. അതിനാണ് കിഫ്ബിയെ 2016 സർക്കാർ പുനർജീവിപ്പിച്ചത്. ആ കിഫ്ബി അന്ന് 2016 സർക്കാർ പ്രഖ്യാപിച്ചത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ ഏറ്റെടുക്കുമെന്നായിരുന്നു. എന്നാൽ 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഏറ്റെടുത്തത്. ഇപ്പോ അത് 90,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. ഇവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം. സ്കൂൾ കെട്ടിടം, ആശുപത്രി കെട്ടിടം, റോഡുകൾ, പാലങ്ങൾ, വിവിധ പദ്ധതികൾ, ഇതെല്ലാം സഹായത്തോടെയാണ് നമുക്ക് നിർവഹിക്കാനായത്. നമ്മുടെ ദേശീയപാത വികസനത്തിന് 25% ഭൂമി ഏറ്റെടുക്കാനുള്ള വില നാം കൊടുക്കേണ്ടതായി വന്നു, സംസ്ഥാനം കൊടുക്കേണ്ടതായി വന്നു. ആ 5,600 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് നാം കണ്ടെത്തിയത്. ഇത്തരം ആവശ്യങ്ങൾ
കിഫ്ബി വഴി നിറവേറ്റുമ്പോൾ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ, കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണല്ലോ. സാധാരണഗതിയിൽ അതിനെ കൈയയച്ച് സഹായിക്കുകയും പിന്താങ്ങുകയുമാണ് വേണ്ടത്. പക്ഷേ നമുക്ക് അത്യന്തം വേദനാജനകമായ ദുരനുഭവമാണ് ഉണ്ടായത്. നമ്മളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിങ്ങൾ കിഫ്ബി വഴി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കും. അതിൻ്റെ അർത്ഥം അത്രയും വായ്പ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ്. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുത, ഒരു നാടിൻ്റെ വരുമാനമെന്നത് ആ നാടുണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല. ആ ഭാഗമെടുത്താൽ നമ്മുടെ ആഭ്യന്തര വരുമാനം വളരെ മികച്ചതാണ്. ആ ആഭ്യന്തര വരുമാന സ്ഥിതി വെച്ചാൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നവും നമ്മുടെ കേരളം നേരിടേണ്ടതായിട്ടില്ല. ഈ ആഭ്യന്തര വരുമാനത്തോടൊപ്പം മറ്റു ചിലത് ചേരാനുണ്ട്. അതിലൊന്ന്, കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട അർഹതപ്പെട്ട വിഹിതമാണ്. നമ്മുടെ അനുഭവം ആ അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുന്നു എന്നതാണ്. അതിൽ സാരമായ വെട്ടിക്കുറവ് വരുത്തുന്നു. ഇതിനോടൊപ്പം ചേരേണ്ടതാണ് സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ നിർവഹിക്കാൻ വായ്പയെടുക്കാനുള്ള അവകാശം. വായ്പയെടുക്കാൻ കേന്ദ്ര സർക്കാർ പരിധി ചുമത്തി. അതിൻ്റെ ഭാഗമായി നമുക്ക് അർഹതപ്പെട്ട വായ്പാ പരിധി നിഷേധിച്ചു, വായ്പാ പരിധി വെട്ടിക്കുറച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ അവര് പണം കടമെടുക്കുന്നുണ്ടല്ലോ. ഇന്ത്യ ഗവൺമെന്റ് വായ്പയായിട്ട് അത് കണക്കാക്കുന്നില്ലല്ലോ. അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കാൻ തയ്യാറായില്ല. അപ്പോ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ കൂടി ഇടപെടലിലൂടെയാണ്. എന്നാൽ അത്തരം പദ്ധതികൾ ഏറ്റെടുക്കാനിടയായ, ഇപ്പോ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ തുരങ്കപാത, അതിനുവേണ്ട ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. നാം കാണേണ്ടത്, ചുരുങ്ങിയത് 50 വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ, അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. ഇതില് ജനങ്ങളാകെ മതിമറന്ന് സന്തോഷിക്കുകയാണ്. എന്നാൽ ആ സന്തോഷം ചിലരില് വല്ലാത്ത നിരാശയുണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായി കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി, തെരുവിലുണ്ടായി, കോടതിയിൽ വരെ എത്തി. പക്ഷേ സർക്കാർ ഒരിഞ്ച് പിന്നോട്ട് പോയില്ല. എല്ലാ കാര്യങ്ങളും നല്ല ധാരണയോടെ തന്നെ
മുന്നോട്ട് കൊണ്ടുപോയി ഓരോ ചുവടും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വെക്കുക തന്നെ ചെയ്തു. അപ്പോ കിഫ്ബിയെ തകർക്കാൻ കഴിയില്ല എന്ന നില വന്നപ്പോ ഓരോ ക്ഷേമ പദ്ധതി, വികസന പദ്ധതി, ഇതിനെയെല്ലാം തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളുമുണ്ടായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന K-ഫോൺ, നടപ്പായി കഴിഞ്ഞ K-ഫോൺ, സാർവത്രിക ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് K-ഫോൺ വന്നത്. പക്ഷേ ആ പദ്ധതിയെ തകർക്കാനുള്ള ഇടപെടലുകളുമുണ്ടായി. ഒട്ടേറെ വ്യാജ പ്രചരണങ്ങൾ നടത്തി അതിനെ തകർക്കാൻ നോക്കി. കോടതിയെ സമീപിക്കുന്ന നിലയുമുണ്ടായി. സമീപിച്ചവരോട് കോടതി ചോദിച്ചു, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അത് ഹൈക്കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നു. നാം കാണേണ്ടത് ഇതുകൊണ്ടൊന്നും ആ പദ്ധതി തകർന്നില്ല. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുമായി K-ഫോൺ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വേറൊരു പദ്ധതിയെ തകർക്കാൻ നടത്തിയ ശ്രമം ഹൈക്കോടതി ചവറ്റുകൂട്ടിലേക്ക് എറിഞ്ഞത് ഈ അടുത്ത നാളിലാണ്. വികസന പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ല, ക്ഷേമ പദ്ധതികളെയും തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ലൈഫ് മിഷനെ തകർത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് കിട്ടാതിരിക്കാനാണ് ചിലർ ശ്രമിച്ചത്. ഇപ്പോഴെന്തായി? കേരളത്തിൽ പൂർത്തിയാക്കിയ വീടുകൾ 4.5 ലക്ഷം കവിഞ്ഞു.